ഹൈ മക്കളെ, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ പ്രാക്ടിക്കൽ വർക്ക് നമുക്കൊന്ന് ഫോണിൽ ഒന്ന് ചെയ്ത് നോക്കിയാലോ? യെസ്, നമുക്ക് ആദ്യം ചെയ്യാനുള്ള ഒരു 15ഓളം വർക്ക് നമ്മൾ ചെയ്യുന്നത് ലിബർ ഓഫീസ് കാൽക്കിലാണ് അല്ലേ. അപ്പോൾ ആ കാൽക്കിലെ പ്രോബ്ലംസ്, ആ 15 പ്രോബ്ലംസ് നമുക്ക് ഫോണിൽ ചെയ്യാം. അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടാവും, എന്താണ് കയ്യിൽ ഇപ്പോൾ ലാപ്പോ അല്ലെങ്കിൽ സിസ്റ്റം ഒന്നും ഇല്ലാത്ത കുട്ടികളല്ലേ. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താ ആ ഒരു ഫംഗ്ഷൻസ്, ഒരു 10-15ഓളം പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്താക്കാം, ഫോണിൽ നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് സാറ് കാണിച്ചു തരാം. യെസ്, അപ്പോൾ മക്കളെ, നമ്മുടെ ആപ്പ് സ്റ്റോറിലും അതേപോലെ തന്നെ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ള ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സാറ് ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ്. യെസ്, നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. യെസ്, അപ്പോൾ മക്കളെ, അത് ഓപ്പൺ ചെയ്താൽ അതായത് ഇതുപോലെ നമ്മുടെ ലിബർ ഓഫീസ് കാൽക്കിൽ കാണുന്ന പോലെ ഷീറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മക്കളെ, സാർ അതിലൊരു ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആളുകളുടെ പേരും മാർക്കുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഇതിലിപ്പം 50-ൽ കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകൾ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ട് ഈഫ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അത് സാർ ടൈപ്പ് ചെയ്യുന്നു സാധാ പോലെ തന്നെ ഈക്വൽ ടു കൗണ്ട് ഈഫ്, ദെൻ ബ്രാക്കറ്റിൽ നമ്മൾ ആ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അഥവാ 45 മുതൽ താഴെ വരെയുള്ള, കിരണിൻ്റെത് വരെയുള്ള ആ ഒരു സെല്ല് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് അവിടെ വന്നു. ദെൻ കോമ ഇടുന്നു. ദെൻ ഡബിൾ ഇൻവേർട്ടർ കോമയിൽ ഗ്രേറ്റർ ദാൻ 50 സാർ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 50 കൊടുത്തു. ഓക്കെ, ഗ്രേറ്റർ ദാൻ 50. ദെൻ ഡബിൾ ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്യുന്നു. ദെൻ അവിടെ ആ ഒരു ടിക്ക് ശരി അത് അടിക്കുമ്പോൾ നമ്മളെ ആൻസർ കണ്ടോ, 5 പേരാണ് 50-ൽ കൂടുതൽ മാർക്ക് കിട്ടിയ ആൾ. അപ്പോൾ മക്കളെ, ഇതേപോലെ നിങ്ങൾക്ക് നമ്മുടെ ലിബർ ഓഫീസ് കാൽക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനും ഇതിൽ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്യുക, പഠിക്കുക, അടിപൊളിയായിട്ട്. ഓക്കെ.